ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല ചന്ദ്രമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഡ്രൈവർ പയ്യൻ പറഞ്ഞപ്പോ ഞാനും ചന്ദ്രമ്മയും ഈ യാത്രയിൽ കൂടെ പോന്നോളാൻ സാറ് പറഞ്ഞു. അങ്ങനൊരു ഡ്രൈവർ പറഞ്ഞ ആരെങ്കിലും കേക്കോ? പലപ്പോഴും എനിക്ക് ഡ്രൈവറായിട്ട് തോന്നിയിട്ടില്ല, അതാ. 7 ദിവസം സമയം കൊടുത്തിട്ട് എന്തായി? ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 7 ദിവസം ആയല്ലോ. അവളെയും അങ്ങനെ പറ്റിച്ചെന്നാ തോന്നുന്നു. ഇപ്പൊ വിളിച്ചിട്ട് ആ പെണ്ണിനെ കിട്ടുന്നില്ല. അവളെ അങ്ങേരല്ല പറ്റിച്ചത്, നിന്നെയാ എല്ലാവരും കൂടി പറ്റിച്ചത്. ഇതിനിടയിൽ ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടായാലും മണിമാല എനിക്ക് കിട്ടിയിരിക്കണം. ശരി ചേച്ചി. ശരി. മണിമാല എന്റെ കൈ കിട്ടും. അതാർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എല്ലാരും കൂടി എന്നെയല്ലേ, ഞാനാ നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. അവിടെ കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. വന്ന് എന്തെങ്കിലും ഉണ്ടാക്കിത്താ ഞങ്ങൾക്ക്. ഉണ്ടാക്കി വെച്ചിരുന്നൊക്കെ അങ്ങ് തണുത്തു. തണുത്ത ഭക്ഷണമൊന്നും ഞാൻ കഴിക്കാറില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. വന്നെന്തെങ്കിലും ഉണ്ടാക്കിത്താ. വല്ലാത്ത വിശപ്പ്. മോളെന്താ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നത്? ഇവിടെ ആരുമായിട്ടും കൂട്ടായില്ലേ ഇതുവരെ? അങ്ങനൊന്നുമില്ല. പെട്ടെന്നൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ അവിടെയുള്ളവരുമായിട്ടൊന്ന് ഇടപഴകാൻ കുറച്ച് സമയം പിടിക്കും. മോൾക്ക് തരക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അനസൂയയും ചിന്നു അവരൊക്കെ ആയിട്ട് സംസാരിക്കുകയും പുറത്തു പോവുകയൊക്കെ ആവാം. അത് ഞാൻ കുഞ്ഞിലേ മുതൽ ഒറ്റയ്ക്കല്ലേ മുത്തശ്ശി വളർന്നത്. അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഓർഫണേജിൽ കുറെ കുട്ടികളുണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കാനൊന്നും പോവില്ലായിരുന്നു. ഒറ്റയ്ക്കിരിക്കാനാ എനിക്കിഷ്ടം. അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ മോക്കില്ലേ? മനസ്സിലെവിടെയോ ഒരു ചെറിയ ഓർമ്മ കിടപ്പുണ്ട്. ഞാൻ രാജകുടുംബത്തിൽ അംഗമാണെന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാ. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനെയും അമ്മയും അച്ഛന്റെ ഏതൊക്കെയോ ശത്രുക്കള് കൊന്നുകളഞ്ഞതാ. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും അമ്മയാ ഞാൻ കണ്ടത്. കുറെ നാള് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിന്നു. എല്ലാവർക്കും ഞാനൊരു ഭാരമായി തുടങ്ങിയപ്പോ എന്റെ വകയിലൊരു അമ്മാവനാ എന്നെ കൊണ്ട് അനാഥാലയത്തിലാക്കിയത്. മുത്തശ്ശിക്കറിയോ, ഒരു അമ്മയുടെ സ്നേഹം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു അച്ഛന്റെ കരുതൽ എനിക്ക് നഷ്ടായി. ഞങ്ങളുടെ വീടും സ്ഥലവും എല്ലാം ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ വെട്ടിച്ചോണ്ടുപോയി. അങ്ങനെ ഞാൻ മാത്രമായി. പഠിച്ചെന്തേലും ജോലി വാങ്ങണമെന്നുള്ള വാശിയായിരുന്നു എനിക്ക്. പകല് പഠിച്ചും പാർട്ട് ടൈം ജോലി ചെയ്തും ഞാൻ ജീവിച്ചു. ഞാൻ രാജകുടുംബത്തിലെ ആണെന്നും എന്റെ ജീവിതവും ഇതൊന്നും ഇവിടെ ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്നൊന്നും എനിക്കില്ല. പിന്നെ മുത്തശ്ശി ചോദിച്ചപ്പോ പറഞ്ഞെന്നേ ഉള്ളൂട്ടോ. മോള് വിഷമിക്കണ്ട. ഇത്രയും നാളും നീ അനുഭവിച്ചതൊക്കെ
ഈശ്വരൻ കണ്ടിട്ടുണ്ട്. നീ ചെയ്തതിനൊക്കെ ഈശ്വരൻ നിനക്ക് പ്രതിഫലം തരും. കർമ്മ എന്ന് പറയുന്നതുണ്ടല്ലോ. മോളുടെ അനുഭവിച്ചതൊക്കെ മോളുടെ കണ്ണീരിനുമൊക്കെ അവസാനം ഇവിടെയാ. അതിനാ ഈശ്വരനായിട്ട് മോളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മോൾക്ക് ആരുമില്ലെന്നുള്ള വിഷമമൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട്. മോള് ധൈര്യമായിട്ടിരിക്കെ കേട്ടോ. കൊള്ളക്കളവിയുടെ ഒരു കർമ്മം. ചിന്നു, വേഗം റെഡിയാവ്, ഭക്ഷണം കഴിക്കാൻ പോണ്ടേ? ഒരു 5 മിനിറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ വെറുതെ മഹിയോട് വഴക്കിനൊന്നും പോണ്ടാട്ടോ. ഈ പറയുന്നതൊക്കെ ഉള്ളൂ, ആള് പഞ്ചപാവം. എനിക്കും അത് അറിയാം ചന്ദ്രാമ്മേ. ഞാൻ വെറുതെ കളിയാക്കുമെങ്കിലും പിന്നീട് എനിക്ക് പാവം തോന്നും. അയാള് കാരണമല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും വഴക്കൊന്നുമല്ല ഞങ്ങള് തമ്മില്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാ ഞാനും ചന്ദ്രാമ്മയും അയാളും ഒക്കെ ജീവിച്ചോണ്ടിരിക്കുന്നെ. അതൊക്കെ മറക്കാൻ എന്നെ കൂടുതലും സഹായിക്കുന്നത് ആ ഡ്രൈവർ പയ്യനാ. അല്ല ചന്ദ്രാമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഡ്രൈവർ പയ്യൻ പറഞ്ഞപ്പോ ഞാനും ചന്ദ്രാമ്മയും ഈ യാത്രയിൽ കൂടെ പോന്നോളാൻ സാറ് പറഞ്ഞു. അങ്ങനൊരു ഡ്രൈവർ പറഞ്ഞ ആരെങ്കിലും കേക്കോ? പലപ്പോഴും എനിക്ക് ഡ്രൈവറായിട്ട് തോന്നിയിട്ടില്ല, അതാ. ശരിക്കും ആരാ മഹി? വീട്ടിലെ ഡ്രൈവർ തന്നെയാണോ? ഞാൻ പറഞ്ഞാ മതിയോ? ഞാൻ പറഞ്ഞാ മതിയോന്ന്? താൻ പറയണമെന്നില്ല, കേൾക്കണമെന്ന് നിർബന്ധവുമില്ല. വെറുതെ ഞാൻ ചന്ദ്രാമ്മയോട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും താൻ ചോദിച്ചതല്ലേ, ഞാൻ പറയാം. അപ്പോ ഞാൻ ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പാതിരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാ ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്താണ് നിനക്ക് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പോ ആ അമ്മ പറഞ്ഞു ആ മകനെ അറിയില്ലെന്ന്. അതോടെ തീർന്നു കിട്ടി ഊരും പേരൊക്കെ. അപ്പുറത്തെ മുറിയിലിരിക്കുന്ന ആ വലിയ മനുഷ്യനില്ലേ, അദ്ദേഹം ഇട്ട പേരാ മഹേഷ്. ഹലോ മാണിക്യം.